മുട്ടൻ പണി വന്നത് ഇതാണ്. രാവിലെ അടുപ്പിൻ്റെ മുട്ടിൽ നിന്നപ്പം ഗ്യാസ് തീർന്നു. പിന്നെ അതിനെ വലിച്ച് നിരക്കി ഇളക്കി മാറ്റി ഇവിടെ കൊണ്ട് വെച്ച്. പിന്നെ പുതിയതെടുത്ത് വച്ചതിന് ശേഷമാണ് ഞാൻ അടുപ്പ് കത്തിച്ചത്. അപ്പോൾ ഇതെനിക്ക് പഴയതുപോലെ തൂക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. അതാണ് എനിക്ക് മുട്ടൻ പണിയായത്. കാരണം എന്നെക്കൊണ്ട് പറ്റൂല ഇവിടെ നിന്ന് വലിച്ച് അവിടെ കൊണ്ടുപോയി. എന്നാലും ഞാൻ നിരക്കി കൊണ്ട് വെച്ചു കൂട്ടാരെ. അപ്പം എൻ്റെ മുട്ടൻ പണി ഇതാണ്. കുറ്റി കണ്ട അടുപ്പ് കത്തിക്കൊണ്ട് വന്നപ്പം കുറ്റി കാലിയായി. വെള്ളവും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വച്ചു. ചോറിനുള്ള വെള്ളം അടുപ്പ് വെച്ചു. ചോറിന് അരി അടുപ്പിട്ടതാണ്. അതാണ് ഈ പണി എനിക്ക് കിട്ടിയത്. അപ്പോഴേ നമ്മളൊക്കെ ഞാനൊരു കാര്യം പറയാം. നമ്മളൊക്കെ ഞങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളല്ല ചെയ്യാം. നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്കറിയത്തില്ല. അപ്പോൾ ഒരാൾ പറയണ നമുക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ജോലിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്. വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയുണ്ട്. സർക്കാർ ജോലിക്കാരെക്കാട്ടിയും ഒരുപാട് ജോലി വീട്ടിലുള്ളവർക്കാണ്. അപ്പം ഞങ്ങളുടെ ജോലിയൊക്കെ ഇതൊക്കെ തന്നെ. രാവിലെ എഴുന്നേൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, തുണികൾ അലക്കുക, വീട് വൃത്തിയാക്കുക, വീടും പരിസരം നോക്കുക, മക്കളെ കാര്യങ്ങൾ നോക്കുക, പിന്നെ ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക, പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കുക. ഇതെല്ലാം നമ്മുടെയൊക്കെ കാര്യങ്ങളാണ്. ഈ പറയണവർക്ക് ദൂരെ ഇരുന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇഷ്ടപ്പെടാതെ വരുമ്പം അവരെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പം അവന്മാർക്കിത് കാണുമ്പോൾ ചെറിയതായിട്ട് ചൊറിച്ചിലുണ്ടാകും. അവരെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല. പിന്നെ ഇവിടുമാർക്ക് എന്താ ജോലിയെന്നായിരിക്കും തിരക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരടുത്ത് ഒരു മറുപടിയാണിത്. എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, എല്ലാ ജോലിയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു റീൽസൊക്കെ ഇടുന്നത്. അപ്പം നമ്മുടെ ഒരു ഹാപ്പി, ഒരു സന്തോഷം. ഇപ്പം തന്നെ എൻ്റെ ഗ്യാസ് തീർന്നു. ആണുങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എടുത്ത് ചെയ്ത്, ആണുങ്ങളല്ല, ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു ജോലിയാണ്. എനിക്കല്ല വേറെ പണിയൊന്നുമല്ല. ഇതൊക്കെ തന്നെ ഒരു ജോലി. ഒരു ജോലി എന്ന് സർക്കാർ ജോലിക്കാരെക്കാട്ടും വലിയ ജോലിയാണ് നമ്മളെ വീട്ടിലുള്ളവർക്ക്. പിന്നെ എൻ്റെ ജോലി ചെയ്യട്ടെ കേട്ടോ. ഗ്യാസ് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിന് ഞാൻ ഫിറ്റ് ചെയ്ത് വയ്ക്കണം. അത് ആരാ ഇരിക്കണേ ഫിറ്റ് ചെയ്ത്? ഞാൻ തന്നെ ചെയ്യാം. ഞങ്ങളുടെ ജോലി. നിങ്ങൾ മാത്രം വിചാരിക്കും നിങ്ങളെ കൊണ്ട് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ കൊണ്ട് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഞങ്ങൾക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പറയണവർക്ക് അങ്ങനെ